ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒരു കുട്ടി ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. വീഡിയോ ചെറുതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് രാവിലെ ഞാൻ ബ്രെഡ് കൊത്താണ് ഉണ്ടാക്കിയത്. ബ്രെഡിൻ്റെ ഡേറ്റ് ഏകദേശം തീരാറായി. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. മോനെ ഞാൻ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയായിരുന്നു. അപ്പോൾ മോൻ കളിച്ച ടോയ്സൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. മോൻ ശരിക്കും പറഞ്ഞാൽ ഏപ്രിലും മെയ്യിലും വെക്കേഷനാണ്. ഇതിപ്പോൾ കുറച്ച് പാരൻസ് ഏപ്രിൽ മാസം വെക്കുമെന്ന് ചോദിച്ചവർക്ക് മാത്രമാണ് ഈ ക്ലാസ് ഉള്ളത്. ക്ലാസ് എന്നൊന്നും പറയാനില്ല കേട്ടോ, ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവന് പോകാൻ വലിയ ഇഷ്ടവുമാണ്. എന്നാൽ പിന്നെ ഈ മാസം കൂടി പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടികളിലോട്ട് ഞാൻ ഇറങ്ങാൻ പോയപ്പോഴാണ് ആ ചെടി അവിടെ ഉണങ്ങി കരിഞ്ഞിട്ടിരിക്കുന്നത് കണ്ടത്. ഇത് വെള്ളം ഒഴിക്കാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഇതിന് നല്ലോണം വെയിലും വേണം, എന്നാൽ വെയിലിട്ട് കൂടി പോകാനും പാടില്ല. അങ്ങനെ ഒരു ദിവസം ഫുള്ളൊന്ന് വെയിൽ കൊണ്ടതാണ്. ഇപ്പോൾ ദാ ഈ കോലത്തിലായി. എന്നാൽ പിന്നെ ഇതിൻ്റെ വാടിക്കരിഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ദാ നോക്കിയേ, എന്തൊരു ഐശ്വര്യ കാണാൻ. അപ്പോൾ ക്ലീനിങ് ജനാലയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജനാലയുടെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. വീഡിയോയിൽ ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഞാൻ 3 ബെഡ്റൂമിൻ്റെയും ഒരു കിച്ചൻ്റെയും മൊത്തം ജനാല ഞാൻ തുടച്ച് മാറ്റുന്നുണ്ട്. ഒരുപാട് പൊടിയൊന്നുമില്ല, ഞാൻ ഒരു 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ്. കിച്ചണാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. കിച്ചണിലെ ഷെൽഫാണ്. ഇവിടെയാണ് പഞ്ചസാര, തേയില, പൊടികളൊക്കെ വെക്കുന്നത്. പഞ്ചസാര, ഉപ്പ്, ഇതിൻ്റെയൊക്കെ ജാറ്, ഈ ജാറൊന്ന് കാലിയാവുമ്പോൾ തന്നെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ റീഫില്ല് ചെയ്യാറ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഈർപ്പം തട്ടി പഞ്ചസാര, ഉപ്പൊക്കെ ഒന്ന് കട്ട പിടിച്ചിരിക്കുന്ന കാണാറില്ലേ, അതുപോലെയാവും. ഓയിൽ ബോട്ടിലിൻ്റെ പുറം ഭാഗം മാത്രം കഴുകിയിട്ടുള്ളൂ കേട്ടോ. ഓയിൽ ബോട്ടിൽ അങ്ങനെ ഉൾഭാഗം എപ്പോഴും അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം അതാത് സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റോർ റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. സ്റ്റോർ റൂം ഞാൻ മന്ത്ലി വൺസ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ക്ലീനിങ്ങും കുക്കിങ്ങും കൂടി ഒറ്റ ദിവസം കൊണ്ടുപോകാറില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്ന ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ചോറും മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വയ്ക്കും. ഇനി അടുത്തത് ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യുന്നത്. ഫ്രിഡ്ജ് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഫ്രിഡ്ജിൽ ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചൊന്നും വെക്കാറില്ല കേട്ടോ. എല്ലാ ആഴ്ചയും ഞാൻ ഫ്രിഡ്ജ് ചെക്ക് ചെയ്ത് ഓരോ ആഴ്ചയിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു മാറ്റലാണ് പതിവ്.
അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു. എല്ലാം ഞാൻ അതാത് സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ക്ലീൻ ചെയ്യുന്നത് പാത്രമൊക്കെ കഴുകി വെള്ളം പോകാൻ വയ്ക്കുന്ന ആ ഒരു ട്രേയും കൂടിയാണ്. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തേത് ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് താഴെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നത് വരെ ബായ്.